ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കണം. ഇത് ഏകദേശം 300 ഗ്രാം ഉരുളൻകിഴങ്ങ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുക്കണം നമ്മൾ ചിക്കൻ. ഇനി ഈ ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് 2 സവോള, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി ഇത്രയും വേണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ സവോളയും കൂടിയും ചേർത്തിട്ട് അത് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്രയും മസാലയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ മസാലയുടെ ഈ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടിയും ചേർത്തിട്ട് ഈ മസാലയൊക്കെ എല്ലാത്തിലും ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി ഉടച്ചെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ കുറച്ച് കഴിച്ചു നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെള്ളം ഉണ്ടെങ്കിൽ ഒന്നുകൂടിയും ഡ്രൈ ആക്കി എടുക്കുക. ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് എത്ര വലിപ്പമാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അധികം കനമില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇത് ഏകദേശം ഈ വലിപ്പത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ ഒരു പ്രാവശ്യം മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ക്രിസ്പായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു വട്ടം കൂടിയും മുട്ടയിൽ മുക്കിയതിന് ശേഷം ഒന്നും കൂടിയും ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാതും ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാതും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം വേണ്ടത്. ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കരുത്. ഓയിലിൻ്റെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ട്ലേറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ ഓയിലിട്ടിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിടാം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനും സവോളയൊക്കെ വേവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പുറമത്തുള്ള ബ്രെഡും മാത്രമേ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടാനുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മറിച്ചിടണം. 2 സൈഡും ഗോൾഡൻ നിറമാകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഓരോന്ന് കോരിയെടുക്കാം. അങ്ങനെ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലോ ഇട്ട് വെച്ച് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാം. കുറച്ച് കാലമൊക്കെ ഇത് കേടുകൂടാതെ ഫ്രീസറിൽ തന്നെ ഇരിക്കും കേട്ടോ. അതുപോലെ നമുക്കിത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ആ സമയത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണവ് വിട്ടതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. വീട്ടിലെ വല്ല പാർട്ടിക്കോ അല്ലെങ്കിൽ റംദാനൊക്കെ അല്ലേ വരുന്നത്, ആ സമയത്തൊക്കെ നമുക്ക് മുൻകൂട്ടി ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മളുടെ സമയമൊക്കെ കുറച്ച് ലാഭിക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.